ആകാശവാണി വാർത്താ വീക്ഷണം. ഹരിതഗൃഹവാതക പുറന്തള്ളൽ കുറയ്ക്കാൻ ലോകരാജ്യങ്ങൾ. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കിരൺ ശങ്കർ. കോവിഡ് മഹാമാരി സുനാമി പോലെ ഭൂമിയിലെങ്ങും ആഞ്ഞടിക്കുന്ന അവസരത്തിലും രാജ്യാന്തര നയതന്ത്ര തലത്തിൽ മറ്റൊരു തരംഗം അലയടിക്കുകയാണ്. കാലാവസ്ഥയെ ബന്ധപ്പെടുത്തിയുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ലോകരാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ നയതന്ത്രത്തെ അടിസ്ഥാനമാക്കി ഈ വർഷം അനേകം സമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ചുകൂട്ടിയ കാലാവസ്ഥാ ഉച്ചകോടി. ലോക ഭൌമദിനമായ ഏപ്രിൽ 21 ആരംഭിച്ച ഉച്ചകോടി 23 അവസാനിച്ചത്. ആഗോള പ്രതിശീർഷ മൊത്ത ഉൽപാദനത്തിലും കാർബൺ വികിരണത്തിലും 80% പങ്കാളിത്തമുള്ള 17 മുൻനിര രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 40 രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തു എന്നതാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഉച്ചകോടിയുടെ സവിശേഷത. പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം കാലാവസ്ഥാ മാറ്റത്തെ സംബന്ധിച്ച് ജോ ബൈഡൻ നടത്തിയ ആദ്യത്തെ അന്താരാഷ്ട്ര ഇടപെടലായിരുന്നു ഈ ഉച്ചകോടി. കൊറോണ വൈറസിന്റെ ഇരട്ടമാറ്റമുള്ള വകഭേദം പടരുന്ന സാഹചര്യത്തിൽ വെർച്വലായാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഉച്ചകോടി ജനങ്ങൾക്ക് നേരിട്ട് കാണുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. കാലാവസ്ഥാ ഉച്ചകോടിയിലും ഊർജ്ജ കാലാവസ്ഥാ മേഖലകളിലെ മുൻനിര സാമ്പത്തിക ശക്തികളുടെ ഫോറത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദോ സുഗ, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പ്രമുഖ ലോക നേതാക്കൾ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇരയാകുന്ന രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോതേ ഷെറിങ്ങും ഉച്ചകോടിയിൽ പങ്കെടുത്തു. പെട്രോളിയം ഇന്ധനങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ഉൾപ്പെടെ 11 നോബൽ സമ്മാന ജേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് കത്തയച്ചുവെന്നതും ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു. 2030 അന്തരീക്ഷത്തിൽ പുറന്തള്ളപ്പെടുന്ന കാർബൺ അളവ് കുറയ്ക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം മുൻനിർത്തിയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. 2050 ലോകത്തെ കാർബൺ രഹിതമാക്കാനുള്ള പരിഹാര മാർഗങ്ങളും ഉച്ചകോടിയിൽ ലോക നേതാക്കൾ കൈക്കൊണ്ടു. അതോടൊപ്പം കാലാവസ്ഥാ മാറ്റം അടിയന്തരമായി അവസാനിപ്പിക്കുക വഴി ലഭ്യമാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ദ്വിദിന സമ്മേളനത്തിലെ പ്രധാന വിഷയമായിരുന്നു. 2015 പാരീസ് കാലാവസ്ഥാ കരാർ പൂർത്തീകരിക്കുന്നതിനുള്ള വഴികളും അടുത്ത ദശകത്തിൽ ഹരിതഗൃഹ വാതക പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചർച്ചകളും ഉച്ചകോടിയിലുണ്ടായി. വ്യവസായ യുഗം ആരംഭിക്കുന്ന കാലത്തെ അടിസ്ഥാനമാക്കി അന്തരീക്ഷ താപനില പരമാവധി 1.5 മുതൽ 2 വരെ ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെ പിടിച്ചു നിർത്തണമെന്നാണ് പാരീസ് കരാറിന്റെ സത്ത. ഇപ്പോൾ തന്നെ ശരാശരി താപനില 1 ഡിഗ്രി ഉയർന്നു കഴിഞ്ഞു. പിടിച്ചു നിർത്തിയാലും ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും സ്ഥിതി രൂക്ഷമാകുമെന്നാണ് ഭൂമിയുടെ ഭാവിയെപ്പറ്റിയുള്ള ചർച്ചയിൽ ഉയർന്നുവന്ന പ്രധാന ആശങ്ക. കാലാവസ്ഥയെ നശിപ്പിക്കുന്ന കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അമേരിക്ക പകുതിയാക്കി കുറയ്ക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഉച്ചകോടി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം അവസാനിപ്പിക്കുന്നതിന് ചൈന ഉൾപ്പെടെ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങൾ അവരുടേതായ ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. 2050 ആകുമ്പോഴേക്കും കാർബൺ പുറന്തള്ളൽ 0-ലെത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാർബൺ നികുതി, ഇന്ധനങ്ങളിലെ ഫോസിൽ ഇതര ഘടകങ്ങളുടെ അളവ് കൂട്ടൽ, കൂടുതലായി പാരമ്പര്യേതര ഊർജ്ജത്തിന്റെ ഉപയോഗം തുടങ്ങിയവയാണ് അതിന് നിർദ്ദേശിക്കുന്ന നടപടികൾ. കാർബൺ പുറന്തള്ളലാണ് ആഗോളതാപനത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നതെന്നും ബൈഡൻ വ്യക്തമാക്കി. 2030 ആകുമ്പോഴേക്കും 480 ഗിഗാവാട്ട്സ് പാരമ്പര്യേതര ഊർജ്ജ ഉൽപാദനം എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തെ ജോ ബൈഡൻ വിർച്വൽ ഉച്ചകോടിയിൽ അഭിനന്ദിച്ചു. ഇക്കാര്യത്തിൽ മറ്റു പല രാജ്യങ്ങളെക്കാൾ കൂടുതൽ ചുവടുവെപ്പുകൾ ഇന്ത്യ ചെയ്യുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം ഉച്ചകോടിയിൽ രണ്ടാമത് സംസാരിച്ചത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആയിരുന്നു. ഉച്ചകോടിയിൽ മൂന്നാമതായി പ്രസംഗിക്കാൻ ജോ ബൈഡൻ ക്ഷണിച്ചതാകട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും. ഇത്തരത്തിലൊരു ഉച്ചകോടി വിളിച്ചു ചേർത്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. പ്രസംഗം അവസാനിപ്പിച്ചതാകട്ടെ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടും. വാസ്തവത്തിൽ കാലാവസ്ഥാ വ്യതിയാനം എന്നത് ലോകമെങ്ങുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള യാഥാർത്ഥ്യമാണെന്നും അവരുടെ ജീവിതവും ഉപജീവന മാർഗങ്ങളും ഇതിനോടകം അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. മനുഷ്യരാശി ഇപ്പോൾ ആഗോള മഹാമാരിക്കെതിരായ പോരാട്ടത്തിലാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഭീഷണി മറഞ്ഞുപോയിട്ടില്ല എന്നതിന്റെ സമയോചിതമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കുന്നതിന് മനുഷ്യരാശിക്ക് സുശക്തമായ പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ദ്രുതഗതിയിലും വലിയ തോതിലും ആഗോളതലത്തിലും ആവശ്യമാണ്.
ഇന്ത്യ അതിനായി സ്വന്തം ഭാഗം നിറവേറ്റുന്നുണ്ട്. 2030 480 ജിഗാവാട്ട് പുനരുൽപാദക ഊർജ്ജം എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ഇതിനുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ അറിയിച്ചു. രാജ്യത്തിന്റെ വികസന വെല്ലുവിളികൾക്കിടയിലും ശുദ്ധമായ ഊർജ്ജം, ഊർജ്ജ കാര്യക്ഷമത, വനവൽക്കരണം, ജൈവ വൈവിധ്യം എന്നിവയിൽ ധീരമായ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനാലാണ് ആഗോള സംരംഭങ്ങളായ അന്താരാഷ്ട്ര സൌരസഖ്യം, ലീഡിറ്റ്, ദുരന്ത നിവാരണ അടിസ്ഥാന സൌകര്യ സഖ്യം എന്നിവയ്ക്കും രാജ്യം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ള വികസ്വര രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ സുസ്ഥിര വികസനത്തിന്റെ മാതൃകകൾക്ക് രൂപം നൽകുന്നതിനായി കൂട്ടാളികളെ രാജ്യം സ്വാഗതം ചെയ്യുകയാണ്. ഹരിത സമ്പദ് വ്യവസ്ഥയിലും കലർപ്പില്ലാത്ത സാങ്കേതിക വിദ്യകളിലും ഊന്നി താങ്ങാനാകുന്ന വിധത്തിൽ ഇടപെടൽ ആവശ്യമുള്ള മറ്റ് വികസ്വര രാജ്യങ്ങളെയും സഹായിക്കാൻ ഇതിലൂടെ കഴിയും. അതിനാലാണ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ചേർന്ന് ഇന്ത്യ US കാലാവസ്ഥ ശുദ്ധമായ ഊർജ്ജ അജണ്ടയ്ക്ക് തുടക്കം കുറിക്കുന്നത്. നിക്ഷേപ സമാഹരണത്തിനും കലർപ്പില്ലാത്ത സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നതിനും ഹരിത സഹകരണം പ്രാപ്തമാക്കുന്നതിനും ഇരു രാജ്യങ്ങളും പരസ്പരം സഹായിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ പുറന്തള്ളലിന്റെ അളവ് ആഗോള ശരാശരിയേക്കാൾ 60% കുറവാണ്. ഇന്ത്യൻ ജീവിതശൈലി ഇപ്പോഴും പരമ്പരാഗത ശൈലികളിൽ വേരൂന്നിയതാണ് അതിനു കാരണം. അതുകൊണ്ടുതന്നെ കാലാവസ്ഥാ മാറ്റത്തിൽ ജീവിതശൈലി വ്യതിയാനം പ്രധാനപ്പെട്ടതാണ്. സുസ്ഥിര ജീവിതശൈലിയും അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക എന്ന തത്വവും കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലെ നമ്മുടെ സാമ്പത്തിക നയത്തിന്റെ സുപ്രധാന സ്തംഭമായിരിക്കണം. ഇന്ത്യയുടെ മഹാനായ ആത്മീയാചാര്യൻ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഓർക്കുകയാണ് എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി പ്രസംഗം അവസാനിപ്പിച്ചത്. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യത്തിലെത്തുന്നതുവരെ നിൽക്കാതെ മുന്നോട്ടു നീങ്ങൂ എന്നാണ് സ്വാമി വിവേകാനന്ദൻ നമ്മോട് ആവശ്യപ്പെട്ടത്. ഈ ദശകത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ നടപടിയുടെ ദശകമാക്കാം എന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. കാലാവസ്ഥാ മാറ്റത്തിനെതിരായ പോരാട്ടത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തലോടെയായിരുന്നു ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തത്. താപവർദ്ധക വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡിന്റെയും മറ്റും അളവ് ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിധം ഉയർന്നിരിക്കുകയാണ്. കാർബൺ പുകയുടെ ബഹിർഗമനം കുറയ്ക്കാൻ സത്വര നടപടി സ്വീകരിക്കണം. പെട്രോളിയത്തിന്റെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും കത്തിക്കൽ ഈ രീതിയിൽ തുടർന്നാൽ ആഗോള താപനില സമനില വിട്ടുയരുമെന്നും ഇത് വൻ നാശങ്ങളിലേക്ക് പ്രകൃതിയെ കൊണ്ടെത്തിക്കുമെന്നും ഗുട്ടറസ് ഓർമ്മപ്പെടുത്തി. കാർബൺ ന്യൂട്രൽ സാമ്പത്തിക ക്രമത്തിലേക്ക് ലോകം മാറേണ്ടതിന്റെ ആവശ്യകത ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദോ ചൂണ്ടിക്കാട്ടി. ഭൂമിയുടെ കത്തൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ചിലർ ലോകത്തെ പാവപ്പെട്ടവരോടും കാലാവസ്ഥാ ദുരന്ത അഭയാർത്ഥികളോടും ചെയ്യുന്നത് കൊടും ക്രൂരതയാണെന്നും ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. 2060 ആകുമ്പോഴേക്കും നെറ്റ് സീറോ ടാർഗറ്റ് കൈവരിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. പൊതുവായ ഉത്തരവാദിത്തങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ധനസഹായവും സാങ്കേതിക വിദ്യയും നൽകി വികസ്വര രാജ്യങ്ങളെ സഹായിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നെറ്റ് സീറോ ടാർഗറ്റിനായി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അറിയിച്ചു. ഊർജ്ജത്തിനായി കാറ്റിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യമാണ് ഞങ്ങളുടേത്. 2035 കാർബൺ ബഹിർഗമനം 78% കുറച്ച് ഭൂമിയെ രക്ഷിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതായും ബോറിസ് ജോൺസൺ പറഞ്ഞു. അതേസമയം രാജ്യാന്തര കാലാവസ്ഥാ വേദിയിലെ അജണ്ടകളിൽ മിക്കതും വ്യാപാരവും വ്യവസായവും പ്രധാന ഘടകങ്ങളാണ്. പുതിയ വെല്ലുവിളികളെ എങ്ങനെ തങ്ങളുടെ വ്യാപാര വ്യവസായ മേഖലകളുടെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകും വിധം പ്രയോജനപ്പെടുത്താം എന്നാണ് ഓരോ രാജ്യവും ആലോചിക്കുന്നത്. കാലാവസ്ഥാ മാറ്റ വിഷയത്തിൽ മുൻനിര പോരാളിയായി നിലയുറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കച്ചവട താൽപര്യങ്ങൾ അമേരിക്ക പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ മറച്ചുവെക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യയുടെ നിലപാടുകളെല്ലാം. കാലാവസ്ഥയുടെ പേരു പറഞ്ഞുള്ള നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന നിലപാട് ഇന്ത്യ ഇതിനകം ലോകവേദികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഹരിതഗൃഹവാതക പുറന്തള്ളൽ കുറയ്ക്കാൻ ലോകരാജ്യങ്ങൾ.